Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ കനത്ത പ്രതിസന്ധിയിലാക്കി ആദായ നികുതി വകുപ്പ്. നികുതി പുനർനിർണയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 1823 കോടി രൂപ അടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നടപടിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. നികുതി ഇളവിന് അർഹതയില്ലാത്ത സംഭാവന സ്വീകരിച്ച BJPയിൽ നിന്നും തുക ഈടാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കോൺഗ്രസിന് പിന്നാലെ CPIക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. രാജ്യത്ത് നികുതി ഭീകരതയോ എന്നതാണ് ചോദ്യം. ആദ്യം ഡോക്ടർ അരുണിലേക്കാണ്. ഡോക്ടർ അരുൺ, ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നികുതി ഭീകരതയാണോ ഇപ്പോൾ ഉള്ളത്? സ്മിതി, നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്റോണിയോ ഗുട്ടറസിൻ്റെ വക്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓരോ പൗരൻ്റെയും പൗരാവകാശവും രാഷ്ട്രീയ അവകാശവും സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലിൻ്റെ വക്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് അമേരിക്കയും ജർമ്മനിയും പറഞ്ഞത് വിടാം. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് നിർഭയമായി സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത് എന്ന തരത്തിലുള്ളൊരു നിരീക്ഷണം നമ്മളെ സംബന്ധിച്ച് വളരെ ലജ്ജാകരമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഇത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ തന്നെ ഈ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ശബ്ദം മാത്രമല്ല അവർ റദ്ദു ചെയ്യുന്നത്, അവർ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ റദ്ദു ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളരെ സാവധാനം ഒരു ഇലക്റ്റഡ് ഓട്ടോക്രസിയിലേക്ക് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള പരിണാമം എന്ന രീതിയിൽ കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. തീർച്ചയായും അതിന് നികുതി ഭീകരത ഒരു എലമെൻ്റ് കൂടിയാണ്. ഞാനിതിനെ ഇങ്ങനെയാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു പാർലമെൻ്ററി ജനാധിപത്യത്തിലും തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്നതിൻ്റെ പ്രാണവായുവാണ്, മറ്റ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മൈതാനത്തിൻ്റെ തുല്യതയാണ്. പ്രാണവായു നിഷേധിക്കുന്നത് പോലെയാണ് ഏതൊരു തിരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിപക്ഷ കക്ഷികളുടെ പ്രചരണത്തിന്മേലുണ്ടാവുന്ന ഏതൊരു തടസ്സവും അതാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരോട് പാർട്ടിക്ക് സംവദിക്കാൻ കഴിയുന്നത് അവരുടെ പ്രചരണായുധങ്ങളിലൂടെയാണ്, പ്രചരണ രീതികളിലൂടെയാണ്. അത് തിരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ചെലവേറുന്നൊരു പ്രക്രിയയുമാണ്. കഴിഞ്ഞ തവണ BJP ഈ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച തുക മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഉപയോഗിച്ചതിനേക്കാൾ 20 ഇരട്ടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രചരണം എന്നുള്ളത്, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണവായു പോലെ അത്യന്താപേക്ഷിതമായിരിക്കെ ആ പ്രചരണത്തിന് ആ പ്രതിപക്ഷ കക്ഷികളെ പ്രാപ്തമാക്കാത്ത വിധത്തിൽ, അവർക്ക് കഴിയാത്ത വിധത്തിൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ ഞെരുക്കുക, അങ്ങനെ സപ്ലൈ ഓഫ് ഇൻഫർമേഷൻ ഇല്ലാതാക്കുക, ജനങ്ങളിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ ചെന്നെത്തുന്ന ഒരു ഹൈവേ അവർ അവിടെ വെട്ടിക്കുഴിച്ചിരിക്കുകയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇവർ കാർഷിക പ്രക്ഷോഭങ്ങളെ നേരിട്ടത് എങ്ങനെയാണ്? നാഷണൽ ഹൈവേയിൽ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയാണ്. ഇത് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ പാതയിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ജനങ്ങളിലേക്ക് ചെന്നെത്താൻ കഴിയുന്ന സൂപ്പർ ഇൻഫർമേഷൻ ഹൈവേയിൽ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ നികുതിയുടെ പേരിലുള്ള ഈ ടെററിസത്തിന് കോൺഗ്രസിനെ ഇരയാക്കുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കളിക്കൊരു മൈതാന തുല്യത വേണം. എല്ലാ പ്ലേയേഴ്സിനും ഈക്വൽ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വേണം. ഇവിടെ അതില്ല എന്നതാണ് അജയ് മാക്കനും മല്ലികാർജുൻ ഖാർഗെയും വ്യക്തമാക്കുന്നത്. നോക്കൂ, എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ 1823 കോടി രൂപയുടെ ഒരു നോട്ടീസ് അയക്കുന്നത്? ഈ കഥ തുടങ്ങുന്നത്, ഇതൊരു ചരിത്രമുണ്ട് സ്മൃതി. 2021 ജൂലൈ മാസത്തിലാണ് ആദ്യം ഒരു നോട്ടീസ് കോൺഗ്രസിന് കിട്ടുന്നത്. അതിനുശേഷം ഒക്ടോബറിൽ വീണ്ടും ഒരു നോട്ടീസ് അയക്കുമ്പോൾ IT വകുപ്പ് ഒരു ഓഫർ വയ്ക്കുന്നുണ്ട്. 20% അടച്ചാൽ ഈ ബാക്കിയുള്ള IT റിട്ടേൺസ് വൈകിയതിൽ ഉള്ള പിഴയായിട്ട് അടയ്ക്കേണ്ട നികുതി കുടിശ്ശിക ഒഴിവാക്കി തരാം. എന്നാൽ അതിനെതിരെ IT കമ്മീഷണറിലേക്ക് പരാതി പോകുന്നു. IT കമ്മീഷണർ അത് നിഷേധിക്കുമ്പോൾ IT അപ്പലേറ്റ് ട്രിബ്യൂണലിലേക്ക് പരാതി പോകുന്ന ഘട്ടത്തിലാണ്
വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നോക്കൂ, 1993-94 കാലഘട്ടത്തിൽ സീതാറാം കേസരി ട്രഷറായിരിക്കുന്ന കാലഘട്ടത്തിൽ 54 കോടി രൂപ ആയിട്ട് റിട്ടേൺസ് പിഴയായിട്ട് കൊടുക്കണമെന്നുള്ളതാണ്. 182 കോടി 2016-17 കാലഘട്ടത്തിലെ അടയ്ക്കണം, 17-18 179 കോടി അടയ്ക്കണം, 18-19 918 കോടി അടയ്ക്കണം, 2019-20 490 കോടി അടയ്ക്കണം. അങ്ങനെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സംഭവിച്ചതല്ല, 93-94 കാലഘട്ടങ്ങളിൽ സംഭവിച്ച ഐ.ടി റിട്ടേൺസ് ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട പിഴവുകൾക്ക് ഇരട്ടിയിലും അതിലധികമായ ഫൈനോട് കൂടിയുമാണ് ഇപ്പോൾ കോൺഗ്രസിന് പിഴ വിധിച്ചിരിക്കുന്നത്. ഇതിലെന്താണ് യഥാർത്ഥത്തിൽ ഐ.ടി റിട്ടേൺസ് എങ്ങനെയാണ് കോൺഗ്രസിനെ ഇതിൽ കുരുക്കിയിരിക്കുന്നത് എന്ന് കൂടി നോക്കൂ. ഐ.ടി വകുപ്പിലെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ സെക്ഷൻ 13 പ്രകാരം നിശ്ചിത കാലാവധിക്കുള്ളിൽ ഐ.ടി റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അത് കോൺഗ്രസ് മാത്രമല്ല BJPയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അജയ് മാക്കന്റെ വാദം. രണ്ടാമത്തെ വകുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഐ.ടി വകുപ്പിലെ സുപ്രധാനപ്പെട്ട വകുപ്പ് പ്രകാരം ക്യാഷായിട്ട് അന്ന് തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് 2000 രൂപയാണെന്നിരിക്കെ 20,000 രൂപയാണെന്നിരിക്കെ ഇതിൽ 14,49,000 രൂപ വീതം 23 MP-മാർ നിക്ഷേപിച്ചു എന്നൊരു കേസാണ് ഐ.ടിക്കുള്ളത്. നോക്കൂ, ഇവിടെ അജയ് മാക്കൻ പറയുന്നത് ഐ.ടി വകുപ്പിലെ പ്രധാന വകുപ്പ് പ്രകാരം ഡോണറുടെ വിലാസം കൃത്യമായിട്ട് അറിയിക്കണം. BJP ചെയ്തിട്ടില്ല. 1ഉം 2ഉമല്ല, 1600 ഡോണർമാരുടെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല BJP. എന്ന് പറഞ്ഞാൽ 42 കോടി രൂപ ഇതേ കണക്കിൽ 14 ലക്ഷമാണ് കോൺഗ്രസിനെങ്കിൽ 42 കോടിയാണ് BJPയുടെ ഇതേ വകുപ്പ് പ്രകാരം നികുതി പിഴ ചുമത്താവുന്ന കേസ്. അങ്ങനെ കൂട്ടിനോക്കിയാൽ 4600 കോടി രൂപ BJP പിഴയടക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് BJPക്ക് ടാക്സ് എക്സംഷൻ കൊടുക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് CPIക്ക് 11 കോടി. തിരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ പ്രചരണം കൂടുതൽ സുഗമമാക്കാൻ കഴിയുന്ന വേളയിൽ അവർക്ക് ചെലവാക്കാൻ കഴിയുന്ന പണസ്രോതസ്സിനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുന്നു. മണി സപ്ലൈ കട്ട് ചെയ്യാണ്. മണി സപ്ലൈ കട്ട് ചെയ്താൽ പ്രചരണം ദുർബലമാകുന്നു എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു ഭാഗത്ത് ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ജനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ചെല്ലാനുള്ള ഒരു സപ്ലൈ ഹൈവേ, പണത്തിന്റെ സപ്ലൈ ഹൈവേ കട്ട് ചെയ്യുന്നു. രണ്ടാമത്തത്, ആ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവർ അഴിമതിക്കാരാണെന്ന പ്രതിച്ഛായ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല അവരെ ക്രിമിനലൈസ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളവരെ ജയിലിനുള്ളിലാക്കുന്നു. അങ്ങനെ ഒരു മൈതാന തുല്യതയും ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒറ്റവാചകത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം സ്മൃതി. ഈ കേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് യെദ്യൂരപ്പയുടെ ഡയറി. ഇന്നിപ്പോൾ അജയ് മാക്കൻ ചോദിച്ചു, 1800 കോടി രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ആ 1800 കോടി രൂപയുമായി ബന്ധപ്പെട്ടതിലെ ഐ.ടി റെയ്ഡ് എവിടം വരെ എത്തി? ബിർള 400 ബില്യനാണ് US ഡോളറാണ് ബിർള സഹാറ പേപ്പറിൽ. എവിടം വരെ എത്തി അന്വേഷണം? ബംഗാരു ലക്ഷ്മൺ 1990-കളിൽ കൈപ്പറ്റിയതാണ്. എവിടെ എത്തി ഐ.ടിയുടെ അന്വേഷണം? അപ്പോൾ ഒരു ഭാഗത്ത് ഐ.ടി BJP എക്സംപ്റ്റ് ചെയ്യുന്നു, മറുഭാഗത്ത് പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെ ഐ.ടിയുടെ സെക്ഷൻ വെച്ചുകൊണ്ടുള്ള വാളോങ്ങുന്നു. ഇത് മൈതാന തുല്യത നിഷേധിക്കലാണ്, പ്രാണവായു നിഷേധിക്കലാണ്, ജനാധിപത്യം ഒരു ഇലക്റ്റഡ് ഓട്ടോക്രസിയിലേക്കുള്ള പരിണാമത്തിലാണ് എന്ന് തന്നെ ഞാൻ പറയും. ശരി, ഉണ്ണിബാലകൃഷ്ണൻ. നോക്കൂ, ഈ നികുതി ഭീകരതയാണോ എന്ന ചോദ്യത്തിന് നികുതി ഭീകരതയാണ് എന്നാണ് എൻ്റെ മറുപടി. ഇപ്പോൾ ജയറാം രമേശ് സൂചിപ്പിച്ചതുപോലെ ഈ നികുതി ഭീകരത എന്ന വാക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ്. 2014 മുമ്പാണത്. അത് വേറൊരു അർത്ഥത്തിലാണെന്ന് മാത്രം. കാരണം അന്ന് ഈ രാജ്യത്ത് ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ നികുതിപ്പണം പിരിച്ചെടുക്കുന്നതിനെതിരായിട്ടൊരു നിലപാടാണ് BJP സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് രാജ്യത്തൊരു ടാക്സ് ടെററിസമാണ് നിലനിൽക്കുന്നതെന്നും 2014 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു വന്നാൽ അത് മുഴുവനായും വൈപ്പ് ഔട്ട് ചെയ്യും എന്നുമാണ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ വാക്ക് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ BJPയെ തിരിഞ്ഞുകൊത്തുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. നോക്കൂ, ഇപ്പോൾ 1961 ഇൻകം ടാക്സ് ആക്ട് 13A പ്രകാരം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഈ ഫണ്ടിന് നികുതി കൊടുക്കേണ്ടതില്ല. കാരണം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാം. എന്നാൽ 29C പ്രകാരം അവരെല്ലാവരും തന്നെ, എല്ലാ പാർട്ടികളും തന്നെ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതായത് അതിനൊരു പെർഫോമായുണ്ട്. ആ പെർഫോമായിൽ നിങ്ങളുടെ പേര്, ആരാണ് സംഭാവന എന്നത് അയാളുടെ പേരെഴുതുക, അയാളുടെ വിലാസം എഴുതുക, നൽകിയ സംഭാവന തുക എഴുതുക. ഇത്തരത്തിലൊരു പെർഫോമ കൊടുക്കേണ്ടതുണ്ട് 29C പ്രകാരം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊടുക്കണം, ഇൻകം ടാക്സിനും കൊടുക്കണം. ഇവിടെ 2017 199 കോടി രൂപ കോൺഗ്രസിന് ലഭിക്കുന്നു. എന്നാൽ അതിൽ 14.49 ലക്ഷം രൂപ അൺഡിസ്ക്ലോസ്ഡ് ആയിരിക്കുന്നു. അതായത് അതിൽ പേരുകാരനില്ല,
അല്ലെങ്കിൽ വിലാസമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കേസാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ആ കേസുമായി ഹൈക്കോടതിയിൽ പോകുമ്പോൾ സാങ്കേതികമായി ഇത്തരം പിഴവ് വരുത്തിയിട്ടുള്ള ഒരു കാര്യത്തിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന 14.49 ലക്ഷത്തിൻ്റെ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ എത്ര ശതമാനമാണെന്നറിയാം? ഇത് 199 കോടി രൂപയുടെ 0.07% ആണ് ഈ 14.49 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അതൊരു വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ 7 വർഷത്തിന് ശേഷം അതിൻ്റെ പിഴയും പലിശയും ചേർത്ത് എത്ര രൂപയാണ് പെനാൽറ്റി അടിച്ചിരിക്കുന്നത്? 135 കോടി രൂപ. അതായത് 106% എന്ന് നമ്മൾ ഓർക്കണം. 0.07%ൻ്റെ ഒരു വീഴ്ചയ്ക്ക് ഈടാക്കാൻ പോകുന്ന പിഴയും പലിശയും ചേർത്തിട്ടുള്ളത് 106%. എന്നാൽ ഇതേ സമയത്ത് തന്നെ കോൺഗ്രസ് ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം, 2017-18 വർഷത്തിൽ BJP ഇതുപോലെ ഫണ്ട് സ്വരൂപിച്ചപ്പോൾ 42 കോടി രൂപ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുണ്ട്. 42 കോടി രൂപ. നേരത്തെ കോൺഗ്രസ് 14.49 ലക്ഷം രൂപയുടെ വീഴ്ചയാണ് വരുത്തിയതെങ്കിൽ BJP ഇതേ കാലയളവിൽ വരുത്തിയിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് 42 കോടി രൂപയുടെ വീഴ്ചയാണ്. അവിടെ പേരുമില്ല, വിലാസവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതേ ലോ ആപ്ലിക്കബിൾ ആണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ ഈ പാരാമീറ്റർ ഉണ്ടല്ലോ, അതായത് 0.07%ൻ്റെ വീഴ്ച വരുത്തിയപ്പോൾ 106% പിഴപ്പലിശ ഏർപ്പെടുത്തി എന്ന് പറയുന്ന, പെനാൽറ്റി ഏർപ്പെടുത്തി എന്ന് പറയുന്ന ശിക്ഷാവിധി, അതിൻ്റെ പാരാമീറ്റർ വെച്ചിട്ടാണ് എങ്കിൽ 42 കോടി രൂപയുടെ വീഴ്ച വരുത്തിയിട്ടുള്ള BJPക്ക് 4600 കോടി രൂപയുടെ നോട്ടീസ് അയക്കേണ്ടതുണ്ട്, ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ട് അവിടെ IT കണ്ണടച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം. അത് ഗുരുതരമായ ആക്ഷേപമാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ IT വകുപ്പ് കോൺഗ്രസിന് വേണ്ടി ഒരു നോട്ടീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു ഏജൻസി ഒരു ക്ലോഷർ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു ആ ക്ലോഷർ റിപ്പോർട്ട്? 2017 ഒരു കേസ് പ്രഫുൽ പട്ടേലിനെതിരെ, അതായത് UPA ഗവൺമെൻറ്റിൽ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്ന പ്രഫുൽ പട്ടേലിനെതിരെ ഈ വലിയ തുകയ്ക്ക് എയർ ഇന്ത്യക്ക് വേണ്ടി വിമാനങ്ങൾ ലീസിനെടുത്തു എന്നൊരു കേസുണ്ടായിരുന്നു 2017. ആ കേസ് 7 വർഷത്തിന് ശേഷം CBI ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു ക്ലോഷർ റിപ്പോർട്ട് CBI ഒരു സ്ഥലത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് വലിയൊരു പെനാൽറ്റി തുക കോൺഗ്രസിനെതിരെ അയക്കുന്നു. ഇത് 2 തരം നീതിയാണ്. ഇത് നീതി എന്ന് പറയാൻ പറ്റില്ല, ഒരിടത്ത് രണ്ടും അനീതിയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണണം. ഇതെല്ലാം വളരെ സ്വാഭാവികമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് എനിക്ക് അത്ഭുതമാണുള്ളത്. ഇതൊക്കെ തികച്ചും അസ്വാഭാവികമല്ലേ? അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ട് എന്ന് വേണം പറയാൻ. ഇപ്പോൾ നോക്കൂ, 2016 നവംബർ 8 നമ്മൾ ആരും മറന്നു പോകാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണത്. അന്ന് വൈകുന്നേരം 8 മണിക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ നിരോധിച്ചത്. എന്തിനായിരുന്നു അന്ന് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത്? 2016 കേട്ടോ, നവംബർ 8 2016. അപ്പോൾ 2016 നവംബർ 8 ഈ നോട്ട് നിരോധനം നടത്തുന്നത് അന്ന് കള്ളപ്പണം തിരിച്ചു പിടിക്കാനാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2017 ഫെബ്രുവരി 10 തീയതി ഉത്തർപ്രദേശിലെ ഇലക്ഷനാണ്. അപ്പോൾ കൃത്യം 3 മാസവും 2 ദിവസവും മുമ്പാണ് ഈ നോട്ട് നിരോധനം വരുന്നത്. ഞാൻ 2007-ലും 2009-ലും ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഈ ഉത്തർപ്രദേശ് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ബോധമൊന്നുമില്ല കേട്ടോ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് സർപഞ്ച് എന്ന് വിളിക്കുന്ന ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പർക്ക് അപ്പുറത്തൊരു അധികാരിയെ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. ഇപ്പം ഞാനൊരു സ്ഥലത്തോട് യാത്ര ചെയ്തിട്ട് ഒരു ഗ്രാമത്തിലൊരു കർഷകനോട് മുലായം സിംഗിനെ കുറിച്ച് ചോദിച്ചു. ഒരു ബൈറ്റുണ്ട്, മുലായം സിംഗിനെ അറിയില്ല. അത്രത്തോളം ഇഗ്നറൻ്റാണ് ഭൂരിഭാഗം ആളുകളും അവിടെയുള്ളത്. അപ്പോൾ ഈ സർപഞ്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുക. അപ്പോൾ എന്താ ചെയ്യുക? സർപഞ്ച് എന്ത് ചെയ്യും? ഒരു 500 രൂപയുടെ നോട്ട് കൊടുക്കും, 2 പേർക്ക് വോട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഈ വോട്ട് ഉറപ്പാക്കുമ്പോൾ ഇയാളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതാണെന്നറിയോ? കൃത്യമായി അവിടെ പോയി വോട്ട് ചെയ്തോണം, ഇപ്പുറത്തിരുന്ന് ഈ സർപഞ്ച് ഇത് കാണുന്നുണ്ടെന്നാണ്. ഈ പാവപ്പെട്ടവന് ഇത് അറിയില്ല. 1000 രൂപയുടെ നോട്ട് കൊടുക്കും, 4 വോട്ടുണ്ട് എങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ വോട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം അവിടെ BSPയും BJPയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒരേപോലെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2017 തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ് പിടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ സമയത്താണ് ഈ നോട്ട് നിരോധനം വരുന്നത്. സത്യത്തിൽ സമാജ്വാദി പാർട്ടിയും ഞാൻ വിചാരിക്കുന്ന BSP ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അടിതെറ്റിപ്പോയത്. ഈ സമാഹരിച്ച് വെച്ചിരുന്ന ഈ 500 രൂപയുടെ 1000 രൂപയുടെയൊക്കെ നോട്ടുകൾ
ലീഗൽ ടെൻഡർ അല്ലല്ലോ, അത് പിന്നെ സ്വീകരിക്കാൻ ആളുകൾക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. സത്യം പറഞ്ഞാലോ, ആ തെരഞ്ഞെടുപ്പിൽ നോക്കിയ 2017 എന്താണ് റിസൾട്ട്? 403 അംഗ നിയമസഭയിൽ 325 സീറ്റുമായിട്ട് 2/3 ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ചു വന്നു. ഒരു പക്ഷേ അല്ലാതെ തന്നെ ഒരു വിജയിക്കുമായിരിക്കാം, പക്ഷേ ഏത് തറവേലയും ചെയ്തു കളയും എന്നുള്ളൊരു രീതിയാണ്. കാരണം വെച്ചാൽ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ഈ പറയുന്ന വോട്ട് സമാഹരിക്കുന്നത് എല്ലാ തന്ത്രങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി രാജ്യത്ത് നോട്ട് നിരോധിക്കുകയാണ് ചെയ്തതെന്നൊരു നിരീക്ഷണം പലരും വളരെ പ്രധാനമായും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവെന്ന് പറയുന്നത് RBIയുടെ റിപ്പോർട്ടുണ്ടല്ലോ, പിന്നീട് 99.3% നോട്ടുകളും തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അല്ലേ, 500 രൂപയുടെയും 1000 രൂപയുടെയും RBI ആണത് പ്രിന്റ് ചെയ്യുന്നത്, RBI ആണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അവർക്കൊരു കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ഈ കള്ളപ്പണം പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നരേന്ദ്രമോദി പിന്നീട് എന്താ സംഭവിച്ചത്? RBIയിലേക്ക് 99.3% തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ലക്ഷ്യം? ഈ പറയുന്ന ഉത്തർപ്രദേശ് പിടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. ഈ നിരീക്ഷണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് BJPക്ക് നല്ല മെയ്വഴക്കം ആ കാര്യത്തിൽ. കാരണം വെച്ചാൽ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്, ജനാധിപത്യ മൂല്യത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത്, ജനാധിപത്യത്തെ തന്നെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ 7 അയൽവക്കത്തൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ CPM-നെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെതിരെ കഴിഞ്ഞ 11 മണിക്കൂറിനകത്ത് 72 നോട്ടീസാണ് വന്നിരിക്കുന്നത്. CPI-ക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചൂഴ്ന്നിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നോക്കൂ, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു, ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നോക്കൂ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് 8 മാസങ്ങൾക്ക് മുമ്പാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോയിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ നിമിഷം വരെ ഒരു മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല അവർ. അപ്പോൾ ഇങ്ങനെയാണ് പ്രതിപക്ഷത്തെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ലല്ലോ, ഈ ഇലക്ഷൻ കമ്മീഷനെ തന്നെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു മന്ത്രിയും പിന്നെ ഓപ്പോസിഷൻ ലീഡറുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ പുറത്താക്കി കളഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിനകത്ത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതൊന്നും തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ പറയുന്ന സാങ്കേതികമായി ഇവിടെയൊക്കെ പിഴവുകൾ വരുത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസ് വരുത്തിയിട്ടുണ്ട്, BJP വരുത്തിയിട്ടുണ്ട്, മറ്റിതര പാർട്ടികളും വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയമല്ല ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പിന്നെ BJP ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് ഉറപ്പാണ് കേട്ടോ, BJPയുടെ ദേശീയ നേതൃത്വം അങ്ങേയറ്റ അങ്കലാപ്പിലാണ്. ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം രാജ്യത്ത് തൊഴിലില്ലായ്മ അതിൻ്റെ പീക്കിലാണെന്നേ. അതേപോലെ വിലക്കയറ്റം ഒരു വലിയ പ്രശ്നമാണ്, കാർഷിക പ്രതിസന്ധി വലിയ പ്രശ്നമാണ്. ഈ രീതിയിൽ വലിയ പ്രതിസന്ധികൾ രാജ്യത്തുള്ളതുകൊണ്ട് തന്നെ വലിയൊരു വിക്ടറി ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നില്ല. അതുകൂടാതെ വലിയ ഇൻഫൈറ്റ് ഉണ്ട്. ഉത്തർപ്രദേശിൽ പ്രധാനമായി യോഗി ആദിത്യനാഥ് ഒരു ശക്തമായ ദേശീയ നേതൃത്വം ഉണ്ടാകുന്നതിനെതിരാണ്. അയാൾക്ക് വലിയ പ്രോജക്റ്റുകളുണ്ട്. ആ അർത്ഥത്തിലൊക്കെ BJP ആഭ്യന്തരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു തിരഞ്ഞെടുപ്പാണ് ഈ 2024 നടക്കാനിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, 404 സീറ്റുകൾ പ്രഖ്യാപിച്ചു. സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 404 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 101 സിറ്റിംഗ് MPമാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല സ്മൃതി. 101 സിറ്റിംഗ് MPമാർക്ക് എന്താ സീറ്റ് കൊടുക്കാത്തത്? ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഡൽഹിയിൽ 7 സീറ്റുണ്ട്. 7 സീറ്റും കഴിഞ്ഞ പ്രാവശ്യം BJP വിജയിച്ചതല്ലേ? തൂത്തുവാരിയാണ് വിജയിച്ചത്. എത്ര വോട്ടാണ് വാങ്ങിച്ചത്? ഓരോ സ്ഥാനാർത്ഥിയും വിജയിച്ചു വന്നിരിക്കുന്ന 53, 54, 55% വോട്ടിനൊക്കെയാണ്. ഈ പ്രാവശ്യം എത്ര സീറ്റാണ് സിറ്റിംഗ് MPമാർക്ക് കൊടുത്തു? ഒറ്റ സീറ്റ്. മനോജ് തിവാരി എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കാൻഡിഡേറ്റിന് മാത്രമാണ് മത്സരിക്കാൻ വീണ്ടും സീറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 6 പേർക്ക് കൊടുത്തിട്ടില്ല. 6 പേരുടെ പേരുകൾ ചെറിയ പേരുകളൊന്നുമല്ല. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്. മീനാക്ഷി ലേഖി ഇവിടെ വന്ന് പ്രസംഗമൊക്കെ നടത്തിപ്പോയ വളരെ തീപ്പൊരി പ്രാസംഗികയാണ്. അതേപോലെ ഹർഷവർദ്ധൻ, അദ്ദേഹം ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണെന്ന് മാത്രമല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്നു. ഹൻസ്രാജ് വേറൊരു MP ആണ്. പിന്നെ രമേഷ് ബിദൂരിയാണ് അവസാനം ഈ പറയുന്ന നമ്മുടെ ഡാനിഷ് അലിക്കെതിരെ ലോക്സഭയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയാൾക്കെതിരായിട്ട് നടപടിയൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ അർത്ഥത്തിൽ 6 MPമാർ എന്താണ് ഈ 53, 54, 55% വോട്ട് വാങ്ങിച്ച് ഈ 6 MPമാരെ എന്തായാലും മത്സരിപ്പിക്കാത്തത്? അവർക്ക് എന്താ സിറ്റിംഗ് സീറ്റ് കൊടുക്കാത്തത്? കഴിഞ്ഞ പ്രാവശ്യം 303 സീറ്റാണ് ഉള്ളത്. 101 സീറ്റ് സിറ്റിംഗ് MPമാർക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം 3-1 പേരെ മത്സരിപ്പിക്കുന്നില്ലെന്നാ. എന്തുകൊണ്ടാണ് 3-1 പേരെ മത്സരിപ്പിക്കാത്തത്? തോറ്റുപോകുന്ന ഭയം കൊണ്ടല്ലേ? വിജയിക്കുമെങ്കിൽ 101 സീറ്റ് ഓർക്കും കൊടുക്കില്ലേ? കൊടുക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന എല്ലാ പണിയും BJP എടുക്കും. നോക്കൂ, ഓരോ പ്രതിപക്ഷ പാർട്ടികളുടെയും ശരിക്കും പറഞ്ഞാൽ ഇത് മോഷണമാണ്, പിടിച്ചു പറയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും ഒരേ നിയമമാണ് കളിയിലുള്ളത്. കളി നിയമം നമ്മൾ പറയത്തില്ല. ഇപ്പം ഞാൻ ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ടൊരു കളിയായി കാണുന്നത് റെസ്ലിംഗ് ആണ്. ഗുസ്തി മത്സരം വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിൽ പോലും ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഡോണ്ട് ബ്രിങ് റഫ്നെസ്
ഇൻ ടു ദി ഗെയിം എന്നാണ് പറയുന്നത്. ഡോണ്ട് ബ്രിങ് റഫ്നെസ് ടു ദി ഗെയിം. അതെന്താ കാര്യം? റഫ്നെസ് കൊണ്ടുവരരുത്. റഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ പറയുന്ന കഴുത്തി പിടിച്ച് ഞെരിക്കുക, കൈ പിടിച്ച് തിരിക്കുക, വസ്ത്രം വലിച്ചു പിടിക്കുക, ഇത്തരത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അതായത് റെസലിങ്ങിന് പോലും ഏറ്റവും മോശപ്പെട്ട ഗെയിം എന്ന് ഞാൻ വിചാരിക്കുന്ന ഈ ലോകത്തെ ഈ റെസലിംഗ് എന്ന് പറയുന്നത് ഗുസ്തി മത്സരത്തിൽ പോലും ഒരു കളി നിയമമുണ്ട്. ആ കളി നിയമം പാലിക്കാൻ ഈ പറയുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ കളി നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു പറിച്ച് ഓരോരുത്തരെയും നിരാലംബരാക്കിക്കൊണ്ട് നിരാശ്രയരാക്കിക്കൊണ്ട് ഏകപക്ഷീയമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് BJP വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഇന്ത്യൻ ജനത കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനത ഇതേ കാര്യത്തെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളവരാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരിതിനോടൊക്കെ പ്രതികരിക്കുക. അതുകൊണ്ട് കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും 2024 നടക്കാനിരിക്കുന്ന 2 മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രത്യാശ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ടാണ് ഈ അങ്കലാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾ ഈ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അവരുടെ കുഴി തോണ്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, നികേഷ് കുമാർ. കൂടുതലൊന്നും പറയാനില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർക്കാം. 1823 കോടിയാണ് പുതുതായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ IT നോട്ടീസ് അയച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 135 കോടി രൂപ ഇതിനകം പിൻവലിച്ചിരിക്കുന്നു IT വകുപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തേണ്ടതില്ല എന്നുള്ള നിലയിലുള്ള തടയിടലായി തന്നെയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കാണുന്നത്. എനിക്കും അങ്ങനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് നോക്കൂ, ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് നമ്മൾ എപ്പോഴും അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? നമ്മൾ തന്നെ ഒരു സ്വയം വിമർശനം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ വെസ്റ്റേൺ ജനാധിപത്യങ്ങളൊക്കെ തന്നെയും ഒരു ഇലക്റ്റഡ് ഓട്ടോക്രസി എന്നുള്ള നിലയിലേക്ക് നമ്മളെ ടാഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ പോവുകയാണ് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഇതിനകം നമ്മൾക്കെതിരായി വിമർശനം ഉന്നയിച്ചിട്ടുള്ള രാജ്യങ്ങളെ നോക്കുക. ജർമ്മനി, അമേരിക്ക, അതുപോലെ തന്നെ ഇപ്പോൾ UN വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭ ഇന്ത്യയിലെ ജനാധിപത്യത്തെ മെൻഷൻ ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ. നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തെ വിമർശിക്കുക എന്ന് പറയുന്നത്. നമുക്കിവിടെ സമീപകാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. 2, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മറ്റൊരു ദേശീയ പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അല്പം മുമ്പ് കണ്ടിട്ടുള്ള കാര്യം, രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മളതിൻ്റെ ഒരു മെറിറ്റിലേക്ക് നമ്മൾ ഒന്നുകൂടി തിരികെ പോകേണ്ടി വരും എന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ നമ്മൾ വളരെ മറവിയുള്ള ആളുകളാണ്. ഒരു മാനനഷ്ട കേസിൽ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം. ആ 2 വർഷത്തെ ശിക്ഷ തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിന് നൽകുക, അതും ഒരു വിചാരണ കോടതിക്ക് വിധി അതുപോലെ തന്നെ ഹൈക്കോടതി എടുത്തു പറയുക. പ്രമുഖമായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് പറയുക, അദാനിക്ക് ഇത്രയും വലിയ ശക്തിയുണ്ടോ എന്ന് ചോദിക്കുക. എന്ന് വെച്ചാൽ അദാനി ജുഡീഷ്യറിൽ ഇടപെട്ടു എന്നുള്ള സൂചന നൽകുക. പിന്നീട് സുപ്രീം കോടതി ഒരു ദിവസമെങ്കിലും കുറച്ചായിരുന്നു വിധിയെങ്കിൽ വേണമെങ്കിൽ അത് സമ്മതിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചെറിയൊരു വ്യത്യാസത്തിൽ രാഹുൽ ഗാന്ധിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കുകയാണ് സുപ്രീം കോടതി. അതിപ്പോഴും സ്റ്റേയിൽ മാത്രമാണ്, ആ കേസ് തീർന്നിട്ടില്ല. അപ്പോൾ 2024 മുതൽ 2029 വരെ ഇതേ ഭരണകൂടം തന്നെയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് ആ കോൺഗ്രസ് നേതാവിനെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മുഹമ്മദ് ഇത്രയെ പുറത്താക്കി. അപ്പോൾ അതിനിശ്ചിതമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഞ്ജയ് ഭട്ടിനെ 20 വർഷം ശിക്ഷിച്ചു. IPS കാരനാണ് പഴയത്. എൻ്റെ ഓർമ്മയിൽ തന്നെ സഞ്ജയ് ഭട്ടിനെ എത്രയോ 20 വർഷം ശിക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു സൈക്കിൾ ഇടിച്ചാൽ പോലും സഞ്ജയ് ഭട്ടിനെ ശിക്ഷിക്കുന്ന ഒരു ജുഡീഷ്യറിയായി നമ്മുടെ ജുഡീഷ്യറി മാറിയിരിക്കുന്നു എത്രയോ തവണയായി. അപ്പോൾ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കാര്യങ്ങൾ, ഇപ്പോൾ മുഹമ്മദിയുടെ കാര്യത്തിലാണെങ്കിൽ പാർലമെൻറ്റിനകത്ത് നടക്കുന്നു, ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്നത്. സഞ്ജയ് ഭട്ടിനാണെങ്കിലും വീണ്ടും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ടാഗിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് നെഞ്ചിൽ കൈവച്ച് ഓരോ ഇന്ത്യക്കാരനും ചോദിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ആംനസ്റ്റി ഇൻ്റർനാഷണലും UN പറയുന്നത്. നമുക്കറിയാം, ജർമ്മനി ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിലും അമേരിക്ക അതിൻ്റെ
ടോൺ ഡബിൾ ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതിൽ കുറച്ചുകൂടി ഒരു ശബ്ദം കൂട്ടിയിട്ടാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഒരു സിവിൽ സമൂഹം ഉണ്ടല്ലോ, അമേരിക്കയിലൊക്കെയുള്ള സിവിൽ സമൂഹം ഇന്ത്യൻ ജനാധിപത്യത്തെ കാണുന്നത് വളരെ വിമർശനാത്മകമായിട്ടാണ് എന്നുള്ളത് വളരെ ആകാംക്ഷാപൂർവ്വം നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കാം നരേന്ദ്രമോദി ഇത് ചെയ്യുന്നത്? ബാക്കി ഇനിയിപ്പോൾ ഈ 1800 കോടിയെക്കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. കോൺഗ്രസ് അതിൻ്റേതായിട്ടുള്ള പ്രതികരണം നൽകിയിരിക്കുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഔട്ടർ ലെയറിൽ വലിയ രീതിയിലുള്ള ആൻറ്റി ഇൻകംബൻസി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഉണ്ടോ? എനിക്കറിയില്ല. ഒരു സർവേയിലും ആ നിലയിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി നരേന്ദ്രമോദി ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം ചോദിച്ചാൽ നിലവിൽ നമുക്കുള്ള ചെവിയും കണ്ണും മൂക്കും ഒക്കെ വെച്ച് ആ നിലയിലുള്ളൊരു ആൻറ്റി ഇൻകംബൻസി ഫേസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനാകില്ല. അതേസമയം തന്നെ പക്ഷേ ഈ പറയുന്ന ഒരു പ്രതീതി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ഇപ്പോൾ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വലിയ രീതിയിൽ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം കേൾക്കുകയാണ്, അല്ലേ? വാർത്തകളിൽ കേൾക്കുകയാണ്, നമ്മുടെ ചർച്ചകളിൽ അതുണ്ട്. ആർക്കും എന്തു വേണമെങ്കിലും വന്ന് അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ പറയാം. ദ നാഷൻ വോണ്ട്സ് ടു നോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെയും വലിയ ഒച്ചപ്പാട് ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ണി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ CAG ഒക്കെ തന്നെയും പരിപൂർണമായ സ്വാതന്ത്ര്യം ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്നു. CAG ചില പൊള്ളക്കണക്കുകൾ, ഇപ്പോൾ ആ വാക്കാണ് എനിക്ക് ഉപയോഗിക്കാൻ തോന്നുന്നത്, ചില പൊള്ളക്കണക്കുകൾ ഉന്നയിച്ച് നമ്മളെയൊക്കെ തന്നെ ഒരു ഭ്രമാത്മക ലോകത്തേക്ക് എത്തിച്ചിരുന്നു. ചില ആളുകൾ തൊപ്പിയിട്ട് വന്ന് വലിയ സത്യസന്ധന്മാരാണ് എന്നത് തോന്നിപ്പിക്കുകയും അവർ നിരാഹാര സമരം നടത്തുകയും ആ നിരാഹാര സമരം ലാലു പ്രസാദ് യാദവ് പറയുന്ന പോലെ 12-14 ദിവസമായപ്പോൾ ആ മനുഷ്യനൊന്നും സംഭവിക്കുന്നില്ല, ഇയാൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. നോക്കൂ, അന്നൊക്കെ ആ നിലയിൽ ഇപ്പം അന്ന് CAGയുടെ തലവനായിരുന്ന ആൾ ഇന്നിപ്പോൾ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്ന് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അർണബ് ഗോസ്വാമി സ്വന്തമായ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങി ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ മുതലാളിയേക്കാൾ വലിയ പണം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അന്ന് ഗവർണർമാരായിരിക്കുന്നു പലരും. അങ്ങനെ അന്ന് ആ നിലയിൽ പ്രവർത്തിച്ചിരുന്നവരൊക്കെ തന്നെയും വലിയ സ്ഥാനമാനങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അന്ന് വലിയൊരു ഔട്ട്ക്രൈ ആ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സർക്കാരിനെതിരെ ആ ഔട്ട്ക്രൈ ഇല്ല. പക്ഷേ ആ ഔട്ട്ക്രൈ ഇല്ലാത്തതിന് കാരണം എന്താണ് എന്ന് ഒരുപക്ഷെ BJP സർക്കാർ ആലോചിക്കുന്നുണ്ടാവും, നരേന്ദ്രമോദിയും ടീമും ആലോചിക്കുന്നുണ്ടാവും. ഈ IT സെൽ ഉണ്ടാക്കുന്ന ഈ പറയുന്ന സാമ്പത്തികമായ അല്ലെങ്കിൽ വിഭവപരമായിട്ടുള്ള സ്വാധീനം കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്ന അവരുടേതായ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകളും പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെയും കാൽക്കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ നിലയിൽ വലിയ ഒരു ആൻറ്റി ഇൻകംബൻസി ഫീൽ ചെയ്യാത്തത് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതോടൊപ്പം തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ഫ്രീസ് ചെയ്ത കാര്യത്തിലോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലോ രാഹുൽ ഗാന്ധിയുടെയും മഹുവ മൊയ്ത്രയുടെയും ഒക്കെ തന്നെയും പേരിലെടുത്തിട്ടുള്ള നടപടികൾക്കപ്പുറത്തേക്ക് മണിപ്പൂരുണ്ട്, ലഡാക്കിലെ അധിനിവേശമുണ്ട്, ബ്രിജ് ഭൂഷൺ സിംഗ് പോലുള്ള വിഷയങ്ങൾ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ നാട്ട് മുഴുവൻ കേൾക്കുന്നത് ഈ കുതിരക്കച്ചവടമാണല്ലോ. അതൊക്കെ തന്നെയും ഒരുപക്ഷെ ഈ സാമ്പ്രദായിക മാധ്യമങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, അതിനെയൊക്കെ രാഷ്ട്രീയ തന്ത്രജ്ഞത എന്നോ ചാണക്യതന്ത്രം എന്നൊക്കെയാണ് വിലയിരുത്തെങ്കിൽ പോലും ആളുകൾക്കൊരു മടുപ്പുണ്ടാകുമല്ലോ. ഈ വൃത്തികേട് കണ്ട് 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 ആളുകൾക്ക് മടുപ്പുണ്ടാവുമല്ലോ. പിന്നെ പെഗാസസ് വന്നിട്ട് വലിയ നിലയിൽ നമ്മൾ ആക്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവർത്തിക്കാൻ കഴിയും പറയുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നുണ്ടല്ലോ, ഇയാളുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ പാസ്വേഡ് കിട്ടിയാൽ ഇത് ഓപ്പൺ ചെയ്താൽ അദ്ദേഹം സംസാരിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ ഒരു ഫോണ് ഒരു അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് BJP ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, അതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോഴക്കേസിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിപരമായ ഫോണാണ് ആര് ചോദിക്കുന്നത്? നരേന്ദ്രമോദി സർക്കാർ ചോദിക്കുന്നത്. ആ നിലയിൽ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ടാകാം എന്നൊരിക്കൽ. ഇനി എന്താ, ഇതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ വോട്ട് ഷെയറിങ് മാത്രമാണ് സാധാരണഗതിയിൽ ഒരു മുന്നണിയുടെ കാര്യത്തിൽ എപ്പോഴും നടക്കാറുള്ളത്, അല്ലേ? ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുന്നുണ്ടോ, കോൺഗ്രസിൻ്റെ വോട്ട് സമാജ്വാദി പാർട്ടിക്ക് കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSPയുടെ വോട്ട് സമാജ്വാദി പാർട്ടിക്ക് വീണിട്ടില്ല, പക്ഷേ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് BSPക്ക് വീണു. അതുകൊണ്ടാണ് 10-5 എന്ന നിലയിലേക്ക് മാറിയത്. ഇത്തവണ എനിക്ക് തോന്നുന്നത് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിനും കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിയുടെ വോട്ടും കിട്ടും. ഒരുപക്ഷെ ആ നിലയിലുള്ള ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ മറ്റന്നാൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ ദില്ലിയിൽ വലിയ പൊതുസമ്മേളനം, അതിന് അംഗീകാരവും കൊടുത്തിട്ട് ഇന്നത്തെ വാർത്ത അതാണ്.
അപ്പോൾ ആ നിലയിൽ ഒരു 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 പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഈ പാർട്ടികൾക്കൊക്കെ വരാൻ കഴിയുമോ? വിഭവത്തിൽ ഒരു ഷെയറിങ് നടക്കുകയോ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഗ്രൗണ്ടിൽ ചവിട്ടി നടക്കുമല്ലോ, ആ ചവിട്ടി നടക്കുന്നിടത്ത് ഈ പാർട്ടികളുടെ സഹകരണമൊക്കെ ഉണ്ടായാൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അപ്രാപ്യമല്ല പ്രതിപക്ഷത്തിൻ്റെ വിജയം എന്നുള്ളതാണ്. അപ്പോൾ ആ അപ്രാപ്യമല്ലാത്ത വിജയത്തിന് ലഭിക്കുന്ന സാധ്യതകളാണ് ഇതൊക്കെ. ഈ സാധ്യത നമ്മളെപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവണം, നമുക്ക് പഠിക്കാൻ വെളിച്ചമില്ലാത്തൊരവസ്ഥ, അപ്പോഴാണല്ലോ നമുക്ക് ചലഞ്ചിങ് ആവുക, നമ്മൾ കുറച്ചുകൂടിയൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക. ആ നിലയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കിട്ടിയിട്ടുള്ള അവസരമാണ്. ആ അവസരം ഇന്നിപ്പോൾ നേരത്തെ ഉണ്ണി പറഞ്ഞല്ലോ, വെറും കോൺഗ്രസ് പാർട്ടിയല്ല, CPM, CPI, തൃണമൂൽ കോൺഗ്രസ് നോട്ടീസുകൾ ഇങ്ങനെ പടപട വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പരസ്പരം സഹായിക്കാവുന്നേ ഉള്ളൂ, സഹകരിക്കാവുന്നേ ഉള്ളൂ, ഒരു വർദ്ധിത വീര്യത്തോടു കൂടി മുന്നോട്ട് വരാൻ. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഒരു ഭരണപക്ഷമായി മാറാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ NDA ഒരുക്കി കൊടുത്തിരിക്കുന്നത്, നരേന്ദ്രമോദി ഒരുക്കി കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ സർക്കാർ മാറണം എന്ന് അവർക്ക് തന്നെ പരസ്പരം ബോധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ അവർക്ക് കഴിയോ ഇല്ലയോ എന്നുള്ള ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ NDAക്ക് എതിരായിട്ടുണ്ടല്ലോ. 2019 തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പെങ്കിൽ ഭൂരിപക്ഷം അപ്പുറത്തുണ്ട്, ന്യൂനപക്ഷമാണ് നിങ്ങൾ ഇപ്പുറത്തുള്ളത്. ഈ ന്യൂനപക്ഷത്തെ മറികടക്കാൻ ഈ ഭൂരിപക്ഷം ഒന്നിച്ചു നിൽക്കുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അതിനുള്ള അവസരം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഉപയോഗിക്കുമോ എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുകയാണ്. നികുതി ഭീകരതയോ എന്ന ചോദ്യത്തിന് നികുതി ഭീകരത കൂടിയാണ് എന്നതാണ് എൻ്റെ ഉത്തരം. പലതരം ഭീകരതയ്ക്കിടയിൽ നികുതി ഭീകരതയും വരുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല രൂപത്തിൽ എങ്ങനെയൊക്കെ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ചർച്ച നടത്തിയതാണ്. ഇന്നിപ്പോൾ അജയ് മാക്കനും ജയറാം രമേശും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ പലതവണ ലഭിച്ച നോട്ടീസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് 1823 കോടിയുടെ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. അത് 93-94 കാലയളവിൽ സീതാറാം കേസരിയുടെ കാലത്തുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പരിഹാസപൂർവ്വം ജയറാം രമേശ് പറയുകയാണ്, ഇനി ജംനാലാൽ ബജാജിൻ്റെ കാലത്ത്, അതായത് ഗാന്ധിജിയുടെ കാലത്ത് നോട്ടീസ് പോലും വരാൻ സാധ്യതയുണ്ട് എന്ന്. അത് വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പഴയ ഏതൊക്കെയോ കണക്കുകളുമായി വരികയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എം രകേഷ് കുമാറൊക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അബ്കി പാർ 400 പാർ എന്ന് പറയുന്നത് ഈ 400 കടക്കുമെന്നുള്ള അവകാശവാദം അത് നടപ്പാക്കാനുള്ള ഒരുതരം വെപ്രാളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വെപ്രാളം പല രൂപത്തിൽ പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഇതിപ്പോൾ നിയമപരമായി നേരിടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി ഇപ്പോൾ 2 തവണയായി നൽകിയിരിക്കുന്ന ഹർജികൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തള്ളിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന നോട്ടീസുമായി സുപ്രീം കോടതിയിലേക്ക് പോകും. നേരത്തെ ആദായ നികുതി വകുപ്പിനെ സമീപിച്ചപ്പോൾ അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് പോകാനാണ് പറഞ്ഞത്, അതും ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു സമയപരിധിയുണ്ട്, സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. ആ സമയം എടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും. ഈ തിരഞ്ഞെടുപ്പ് കാലം എങ്ങനെയൊക്കെ ഞെരുക്കാമെന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഭരണപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഭയപ്പെടുന്നവരാണ് ഈ ഭയപ്പെടുത്താൻ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പരിപാടികൾ കുറയ്ക്കില്ല, പ്രചാരണത്തിന് പണമില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. നേരത്തെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ ടിക്കറ്റിന് പോലും പണമില്ല എന്ന്. പക്ഷേ 3-ാം തീയതി മുതൽ ഈ ഘർ ഘർ ഗ്യാരണ്ടി പ്രചാരണം തുടങ്ങിയാണ്. അപ്പോൾ ആ നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു, എൻ്റെ ഗ്യാരണ്ടിയാണ്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ജനാധിപത്യത്തെ തകർക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ അതിശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും, നിയമപരമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ഗ്യാരണ്ടിയും രാഹുൽ ഗാന്ധി നൽകുന്നു. അതിപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന നേതൃത്വം മാത്രം നൽകേണ്ട ഗ്യാരണ്ടി അതല്ല. നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചെറിയ പാർട്ടി വലിയ പാർട്ടി എന്നില്ല. ഇപ്പോൾ CPIക്ക് പോലും 11 കോടി പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 11 കോടി കുടിശ്ശിക അടയ്ക്കണമെന്നുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. അങ്ങനെ പല രൂപത്തിൽ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുപോലെ അറ്റാക്ക് ചെയ്യുന്ന രീതി ഈ ഘട്ടത്തിലൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു സംവിധാനം എവിടെയുമില്ല. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്ക് ശേഷം ഈ കാര്യത്തിലും പ്രതിപക്ഷ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോയി കണ്ടിരുന്നു. ഒരു പ്രതികരണമില്ല. ഈ ഘട്ടത്തിലും പ്രതികരണമില്ല. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പരാതികൾ, പ്രതികരണങ്ങൾ, ഇതിലൊന്നും തന്നെ മറ്റൊരു പ്രതികരണത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രൂപത്തിൽ വന്നു എന്നുള്ള വിഷയം കൂടി വരുന്നത്. ഇന്നിപ്പോൾ കേജ്രിവാളുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിൻ്റെ ഭാര്യയും ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായല്ലോ. അപ്പോൾ കേജ്രിവാളിന് സന്ദേശം അയക്കാൻ ഒരു വാട്സാപ്പ് ക്യാമ്പയിൻ തുടങ്ങുകയാണ്. എല്ലാ ജനങ്ങൾക്കും അതിലേക്ക് പ്രതികരണം അയക്കാമെന്ന് പറയുന്നു.
അപ്പോൾ പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെയൊക്കെ ജനങ്ങളുടെ പിന്തുണ നേടാമെന്നുള്ളതിൽ ഈ വാട്സപ്പ് ക്യാമ്പയിനിൽ എത്ര പേർക്കും ആ ഫോൺ നമ്പർ കൊടുത്തിരിക്കുകയാണ്. വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ ഇത്ര പേർ ഞങ്ങളുടെ പിന്തുണയുമായി ഞങ്ങൾക്ക് ഇത്രയും പേരുടെ സന്ദേശങ്ങൾ എത്തിയെന്ന് അവർക്ക് പറയാൻ പറ്റും. ഇത് അവർ പുറത്ത് നൽകും. ആ രൂപത്തിൽ ആപ്പിന് ആ ശക്തി കാണിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് പുതിയ പ്രതിഷേധത്തിൻ്റെ രീതികളായി വരേണ്ടത്. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ആപ്പിൻ്റെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടപ്പോഴുള്ള പ്രതിഷേധ റാലി മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, സീതാറാം യെച്ചൂരി, ഡി രാജ, ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു വലിയൊരു പ്രതിഷേധ പരിപാടിയായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇതിപ്പോൾ 1975 ജൂൺ 25 മുതൽ 21 മാസമായിരുന്നല്ലോ അടിയന്തരാവസ്ഥ. അത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു. ഇതിപ്പോൾ അപ്രഖ്യാപിതമായ രീതിയിൽ തന്നെ നടപ്പാക്കിയിരിക്കുന്നു മോദി എന്നുള്ളതാണ്. പല രൂപത്തിലാണ്. മിണ്ടാൻ പറ്റില്ല, നടപടികളിലേക്ക് പോകാൻ പറ്റില്ല, പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ ആ രൂപത്തിൽ കൈയും കാലും കെട്ടുന്ന രീതിയിലേക്ക് നടപടികൾ പോവുകയാണ്. അപ്പോൾ അർബൻ നക്സലിസം പോലുള്ള കാര്യങ്ങൾ ആളുകളെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളൊക്കെ എടുത്തകത്തിടും. അതെ, അതൊക്കെ ചെയ്തു കഴിഞ്ഞു, പല വർഷങ്ങളിലായി ചെയ്തു കഴിഞ്ഞിരിക്കും. അപ്പോൾ പ്രതിപക്ഷ സ്വരം എവിടെ നിന്നും വരരുത് എന്നുള്ളൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ലോകം കാണുന്നു എന്നുള്ളതാണ്. അതാണ് അമേരിക്ക, ജർമ്മനി ഒക്കെ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണം വന്ന ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UN പോലും പറയുകയാണ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നു എന്ന് UN പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത്, എല്ലാവരും പുറമേക്ക് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പിൽ തുല്യമായ അവസരം ഉറപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് മനു അഭിഷേക് സിംഗ്വി പറഞ്ഞതുപോലെ ഗോളിയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒന്നിച്ച് കളിക്കാമെന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കുന്നതെന്ന്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയൊക്കെ BJPക്കെതിരെ വരുന്ന കാര്യങ്ങൾ, തെളിവുകൾ, ഇതിലൊന്നും ഒരു പ്രതികരണം പോലുമില്ല, പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന രൂപത്തിലാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഏറ്റവും മോശം കാലമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാം. അന്ന് മിസ നിയമം പ്രയോഗിച്ചുകൊണ്ട് ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള നേതാക്കളെ അകത്തിട്ടെങ്കിൽ ഇന്നിപ്പോൾ കേജ്രിവാളിനെ ഇപ്പോൾ കള്ളപ്പണ നിരോധനം എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ അതെ അതിൻ്റെ എല്ലാ മൂർച്ചയോടും കൂടി അത് പ്രയോഗിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക, ഞങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അതിന് ഉള്ള വിജയകരമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. റഷ്യ, പുടിൻ പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ പുടിൻ്റെ റഷ്യ പോലെ ആകുകയാണോ ഇന്ത്യ എന്നൊരു ആശങ്ക നമ്മളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതിനെ ഒരുമിച്ച് പ്രതിരോധിക്കേണ്ട സമയം. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഏത് രൂപത്തിൽ അതിൽ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ നിന്നില്ല എങ്കിൽ വലിയ മോശം സാഹചര്യത്തിലേക്ക് പോകും. ഇവിടെ തൊഴിലില്ലായ്മയുണ്ട്, വിലക്കയറ്റമുണ്ട്, കർഷക പ്രതിസന്ധിയുണ്ട്. ഇതൊക്കെ പറഞ്ഞതുപോലെ പുറമേക്ക് കാണുന്നില്ല, പക്ഷേ ജനം അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അനുഭവിക്കുന്നതിലേക്ക് ഈ പുതിയ തെളിവുകൾ കൂടി മുന്നോട്ട് വരുമ്പോൾ അതിൽ ജനങ്ങൾക്കാണ് ശക്തി, അല്ലേ? ജനങ്ങൾ വോട്ട് ചെയ്ത് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കേണ്ടത്. അപ്പോൾ ജനം ശക്തി അറിയാനുള്ളൊരു സാഹചര്യമാണ് വരുന്നത്. അതിലേക്ക് എത്തേണ്ട ഒരു സമയം അടുത്തിരിക്കുന്നു. അതിലൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സഭാ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാടുകളിൽ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി സീറോ മലബാർ സഭയൊക്കെ എങ്ങും തൊടാതെ നിന്ന പ്രതികരണങ്ങളായിരുന്നു. ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാറിയതിനു ശേഷം ഇന്നിപ്പോൾ ദുഃഖവെള്ളി ദിവസം ഇപ്പോൾ സീറോ മലബാർ സഭ മാത്രമല്ല ലത്തീൻ സഭയിലും ഇന്നിപ്പോൾ നികേഷ് കുമാറിന്റെ ചർച്ചയും അതായിരുന്നല്ലോ. അപ്പോൾ സഭാ നേതൃത്വങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ ഇവിടെ ജനാധിപത്യം ഇല്ലാതാകുന്നു എന്ന ഭയമുണ്ട്. അപ്പോൾ ഈ സഭാ നേതൃത്വമൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്നു. അപ്പോൾ പല രൂപത്തിൽ നേരത്തെ പ്രതികരിക്കാതിരുന്നവർ പോലും പ്രതികരിക്കുന്നു. ജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ നികുതി ഭീകരത മാത്രമല്ല, വല്ലാത്ത ഭീകരത ഇവിടെ നിലനിൽക്കുന്നു. അതിനെതിരെ ഒരുമിച്ച് പോരാടേണ്ട സമയമായിരിക്കുന്നു. ആ രൂപത്തിലേക്ക് പ്രതിപക്ഷം പോകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഈ സ്മൃതി പറഞ്ഞതിനകത്ത് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഈ 400 സീറ്റ് കിട്ടാനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇക്കുറി 400 സീറ്റ് എന്നാണല്ലോ അവരുടെ മുദ്രാവാക്യം. 400 സീറ്റ് കിട്ടാനുള്ള തത്രപ്പാടിലാണ് BJP ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സാഹചര്യമല്ല 2024 സാഹചര്യം എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് 2019 ഈ പുൽവാമ, ബാലക്കോട്ട് ഇല്ല എങ്കിലും സുഗമമായി BJP ജയിച്ചു വരും. അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. കാരണം വെച്ചാൽ ഇന്ന് നോക്കൂ, രാജ്യത്ത് അന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ എവിടെയാന്നേ, കോൺഗ്രസ് എവിടെയാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഖ്യമുണ്ടാക്കാൻ, പ്രതിപക്ഷത്തിന് ഒരു ഐക്യമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2024 വരുമ്പോൾ ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര അല്ലെങ്കിൽ ഭാരത് ജോഡോ ന്യായ യാത്ര അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഉത്സാഹം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ആ രീതിയിൽ അതിനെ ആ പാർട്ടിയെ റിജുവിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം പോലുള്ള സഖ്യം തന്നെ രൂപപ്പെട്ടു വന്നത്. ഇന്ത്യ സഖ്യം ഉണ്ടാകുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുന്നു. ആ പ്രതിപക്ഷ ഐക്യനിര
മധ്യനിര ഒരു ഫോർമിഡബിൾ ഫോഴ്സായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പെർഫോം ചെയ്യുമെന്ന് ഉത്തമ ബോധ്യം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനേക്കാൾ നന്നായിട്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2024 ഒരു അനായാസ വിക്ടറി ഉണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നില്ല എന്നാണ് ഞാൻ അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ആവനാഴിയിലെ എല്ലാ അസ്ത്രവും എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു അങ്കലാപ്പുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ പറയുന്ന 2024 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായ ബോധ്യം BJPക്കുള്ളുണ്ട്. BJP ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കും, പല രീതിയിൽ ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യ കൊണ്ടുകൂടിയാണ്. കാരണം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മൾ പറയുന്നത് 140 കോടി ജനങ്ങളുള്ള ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ളതാണ്. പക്ഷേ നികേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനാധിപത്യത്തിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ഇവിടെ പ്രയോഗത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അത് ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഭരിക്കുന്നവർ, അത് കോൺഗ്രസും അങ്ങനെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിനേക്കാളും കൂടുതൽ ഒരു എന്താ പറയുക, ഒരു എതിർശക്തി അല്ലെങ്കിൽ ഒരു ഛിദ്രശക്തി എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും അടുത്തൊരു വെനമസായ ഒരു പാർട്ടി വരുമ്പോൾ നമ്മൾ കോൺഗ്രസിനെ അത് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു നിലവാരത്തിൽ എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസും ഈ രീതിയിൽ തന്നെ അടിയന്തരാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതെ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതൊക്കെ തരത്തിലുള്ള CBI ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ അന്ന് ED ഇത്ര ശക്തമായൊരു പൊളിറ്റിക്കൽ ഓർഗൻ അല്ല. ഈ CBI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ രീതിയിൽ കോൺഗ്രസും പെരുമാറിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള അപകടകാരിയായിട്ട് വേറൊരു ഫോഴ്സ് വളർന്നു വരുമ്പോൾ ആ ഫോഴ്സിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ബ്ലോക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ രൂപീകരണം എന്ന് പറയുന്നൊരു ചെറിയ ആശങ്കയല്ല BJPക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന 400 സീറ്റ് ലഭിക്കുക എന്നതിനപ്പുറം ഭരണം നിലനിർത്താൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കുക, ചുരുങ്ങിയത് 300 സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം. മറ്റത് 400 സീറ്റ് 420 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കപടമായ നറേറ്റീവ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് കഠിനമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യമാണിത്. ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഘട്ടമാണിത്. ആ ഘട്ടത്തിലാണ് നിങ്ങൾ ഈ പട്ടിണിക്ക് മുകളിൽ ഈ ഭക്തിയെയും മതവിശ്വാസത്തെയും ഒക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ ഇപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പരിഭ്രമം നരേന്ദ്രമോദിയിൽ നമുക്ക് കാണാം, BJPയിൽ നമുക്ക് കാണാം എന്നുള്ളതാണ്. ജനാധിപത്യത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഭീരുവാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി. നോക്കൂ, ജനാധിപത്യത്തെ ആരാണ് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക? ഈ പറയുന്ന ഡിക്റ്റേറ്റർമാരെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ ബേസിക്കലി വളരെ ഭീരുക്കളായിരിക്കും. ഇപ്പം ആത്മഹത്യ ചെയ്യുന്ന ഡിക്റ്റേറ്റർമാരെയാണ് നമുക്കറിയാവുന്നത്, അല്ലേ? അവർക്ക് അതിനുശേഷം അവരുടെ ഈ പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് പുറത്തു കിട്ടിയിട്ട് അവർക്ക് ലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. അവർ ആത്മഹത്യയിലേക്കാണ് പോവുക. അപ്പോൾ ജനാധിപത്യത്തെ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഭീരുവാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ നമ്മൾ ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ എടുക്കുക. അവരൊക്കെ അന്തസ്സായി തോറ്റിട്ടുണ്ട്. അവരുടെ ഭരണ പരാജയത്തെ തുടർന്ന് ഇപ്പോൾ ഇന്ദിരാഗാന്ധി 1977 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ ദരിദ്ര വോട്ട് ചെയ്ത് പുറത്താക്കിയിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ആ തെറ്റ് തിരുത്തി ഇന്ദിരാഗാന്ധി വീണ്ടും പോപ്പുലറായി. 1977 മുമ്പത്തെ ഇന്ദിരാഗാന്ധിയേക്കാൾ പോപ്പുലറായിരുന്നു 1980 ശേഷമുള്ള ഇന്ദിരാഗാന്ധി കൃത്യമായി ജനാധിപത്യത്തിലൂടെ തിരികെ വന്നു എന്നുള്ളതാണ്. മൻമോഹൻ സിംഗ് നല്ല ഭംഗിയായി തോറ്റു. രാജീവ് ഗാന്ധി 404 സീറ്റ് ജവഹർലാൽ നെഹ്റുവിന് കിട്ടാത്ത ഭൂരിപക്ഷമാണ്. 1989 ഭംഗിയായി തോറ്റു. നോക്കൂ, ആ പറയുന്ന ഒരുപക്ഷെ ജനവിരുദ്ധരായിട്ടുള്ള നേതാക്കൾ ഭംഗിയായി തോക്കുമ്പോൾ നമുക്ക് ആ ജനനേതാക്കളോടൊരു ബഹുമാനം ഉണ്ടാവുമല്ലോ. ആ ബഹുമാനം ഈ പറയുന്ന ഓട്ടോക്രാറ്റിക് നേതാക്കളോട് നമുക്കില്ല തന്നെ, ലോകത്തിന് എവിടെയും ഇല്ല തന്നെ. അപ്പോൾ അത് വളരെ പ്രധാനമായും മനസ്സിലാക്കി. പിന്നെ മാത്രമല്ല, നോക്ക്, ഒരിക്കൽ കൂടി ഇനി അധികാരത്തിൽ നിന്ന് പോയാൽ BJP ഒരു ഘട്ടത്തിൽ അധികാരത്തിൽ വന്നു, പിന്നെ 10 വർഷം BJPക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. ഇനി അധികാരത്തിൽ നിന്ന് പോയാൽ തിരികെ വരാൻ കഴിയില്ല എന്നുള്ള ആശങ്ക BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അതുകൊണ്ടാണോ എക്സ്റ്റൻഷൻ? എപ്പോഴും BJP സംസാരിക്കുമ്പോൾ ഇനിയൊരു 25 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ ഇനിയൊരു 100 കൊല്ലത്തേക്ക്, ഇനിയൊരു 500 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഇനിയൊരു 1000 വർഷത്തേക്ക് രാമരാജ്യമാണെന്നൊക്കെ അങ്ങ് പറയുകയാണ്. എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിൽ പറയാൻ കഴിയുക? നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളുടെ മേലല്ലേ നമ്മൾ എപ്പോഴും വോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ നിലയിൽ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ മാത്രമേ ഞങ്ങൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന് BJP ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ലോകത്തിലെ പട്ടിണി ആയാലും എല്ലാ ഗ്ലോബൽ ഇൻഡെക്സിലും നമ്മൾ ഏറ്റവും അടിത്തട്ടിലാണെന്നേ. നമ്മൾ വെറുതെ ഈ പറയുന്നൊരു പെർസെപ്ഷൻ തെറ്റിക്കുകയാണ്, നമ്മൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണെന്നൊക്കെ. ആ പട്ടിണിയിലെ പട്ടിണി
സാധാരണ പട്ടിണിയല്ല, പട്ടിണിയിൽ പട്ടിണി, ആ പട്ടിണിയുള്ള രാജ്യമാണ് നമ്മൾ. അപ്പോൾ ഈ ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച് അവൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം. അതിൻ്റെ മുകളിൽ ശരിയാണ്, രാമക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അന്യമതസ്ഥരോടുള്ള വിരോധം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തിരിച്ചറിവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പാനിക്കായിട്ടുള്ള അവസ്ഥയിലേക്ക്, പരിഭ്രമത്തിൽ BJP സർക്കാർ പോകുന്നത്. വളരെ ബേസിക്കായി നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ന്യൂനപക്ഷമാണ് ഭരിക്കുന്നത്, ഭൂരിപക്ഷമാണ് എതിർ, അല്ലേ? ആ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ ഒന്നിച്ച് വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കും. അതിനുള്ള അവസരമാണ് 2024. അവിടെയാണ് ഈ പറയുന്ന ഇന്നത്തെ ഈ പിതാക്കന്മാരുടെ പ്രസ്താവനയൊക്കെ വളരെ ഗൗരവത്തോട് നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എപ്പോഴും ഭിന്നിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും ഓപ്പോസിഷൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രശ്നമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം വിഭജിച്ച് നിൽക്കുന്നത് വഴി അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, അവരുടെ വോട്ടും ഭിന്നിപ്പിച്ച് പോകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇക്കുറി നോക്കൂ, 80 സീറ്റുകളിൽ ഏതാണ്ട് 30-35 സീറ്റുകളിൽ മുസ്ലിം വോട്ട് വളരെ നിർണായകമായ മണ്ഡലമാണ് ഈ പറയുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. 35 സീറ്റിൽ 30% മുസ്ലിങ്ങളുണ്ട് അവിടെ. അപ്പോൾ 35 സീറ്റിൽ ഈ പറയുന്ന സെൻസിബിളായി വോട്ട് ചെയ്യുകയാണെങ്കിൽ, അതൊക്കെയാണ് BJP ഭയക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സെൻസിബിളായി വോട്ട് ചെയ്യുകയാണ് എങ്കിൽ ആര് വിജയിക്കുമെന്ന് നോക്കിയിട്ട് ഇപ്പോൾ BSP അവിടെ ഒരു സ്പോയിലറായിട്ട് തന്നെ സംഭവിക്കും, ഒരു സംശയവും വേണ്ട. അവിടെ സ്പോയിലറാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞ പോലെ തന്നെ BSP അവിടെ നിലവിൽ പ്രഖ്യാപിച്ച സീറ്റുകളിലെല്ലാം പകുതിയിലധികം മുസ്ലിങ്ങളാണ്. അങ്ങനെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്കിൽ കൂടിയും ഇപ്രാവശ്യം അത് വളരെ ശ്രദ്ധയോടുകൂടി വോട്ട് ചെയ്യപ്പെടും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറയുന്ന 62 സീറ്റ് ഉത്തർപ്രദേശിൽ കിട്ടാൻ പ്രയാസമാണ്. ഇതൊക്കെയാണ് പ്രശ്നം. ഇവിടെ ഇപ്പം ക്രിസ്ത്യൻ സഭകളെ കുറിച്ച് നമ്മൾ പറയുന്നു. ക്രിസ്ത്യൻ സഭകൾ കൃത്യമായി തിരിച്ചറിഞ്ഞല്ലോ. ക്രിസ്ത്യൻ സഭകളല്ലേ ഇവിടെ ഇപ്പം പിന്നെ BJPയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ളതായിട്ട് അവർ കണ്ടത്. ആ ഇന്നത്തെ പ്രഖ്യാപനം എന്താണ്? എല്ലാ പിതാക്കന്മാരുടെയും ചില പിതാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് കണക്കുകൾ വെച്ചാണ്. 10 വർഷം മുമ്പ് 160 ആയിരുന്നത് ഇപ്പോൾ 800 ആയിരിക്കുന്നു. ഇങ്ങനെ ഓരോ പിതാക്കന്മാർ ചിലരൊക്കെ വളരെ കൃത്യമായ വസ്തുനിഷ്ഠമായ കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല, വളരെ അത്ഭുതകരമായൊരു കാര്യമുണ്ട്. CAA കാര്യത്തിനകത്ത് എതിരാണ്. CAA ഈ പറയുന്ന ക്രൈസ്തവ സഭയുടെ, മലബാർ സഭയുടെ പ്രത്യേകിച്ച് കാരണം വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ഈ മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് വരാമെന്ന് മാത്രമല്ല, പുരോഹിതന്മാർക്ക് സർട്ടിഫൈ ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടാണ്. അതെ, അവിടെയാണ് അവരുടെ ജനാധിപത്യ ബോധം. അവിടെയാണ് ഇതൊരു കോമൺ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ കാണുന്നു എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന CAA നമുക്ക് അനുകൂലിച്ചാലും യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. ഒരു വലിയ അവരുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമുണ്ട്. അത് ഈ പറയുന്ന CAA കാര്യത്തിൽ അത് മുസ്ലിങ്ങൾക്ക് എതിരല്ലേ, തൽക്കാലം നമുക്ക് ഇവരോട് ചോദിച്ചു കളയാം എന്നൊരു നിലപാട് നാളെ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളൊരു തിരിച്ചറിവുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ വളരെ ഗൗരവത്തോടെ കാണാം. അതാ ഞാൻ പറഞ്ഞതേ, ഈ അനായാസമല്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് BJPക്ക്. അതാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഉണ്ടാകുന്നു, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും ഒരു സ്ഥലത്ത് നിൽക്കുന്നു. പട്ടിണി ഹങ്കർ ഇൻഡെക്സിൽ 125 സ്ഥാനമാണ് ലോകത്ത് ഇന്ത്യക്ക് പട്ടിണിയുടെ കാര്യത്തിനകത്ത്. അതുപോലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് എന്തും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് BJP എത്തിയിട്ടുണ്ട്. തീർച്ചയായും. നികുതി ഭീകരതയോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്. മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. Meet the editors.